ഫ്രണ്ട്സ്, ഞാൻ ആശ ബിനോജി. ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു മധുര പച്ചടിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായി ഞാനിവിടെ ഒരു പഴുത്ത നേന്ത്രപ്പഴവും ഒരു കൈതച്ചക്കയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പഞ്ചസാര, നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർക്കണം. പഞ്ചസാരയും ചേർത്ത് നമുക്ക് ഇത് നികന്ന് കിടക്കാൻ, അതായത് ഇത് വേകാനുള്ള വെള്ളം, കുക്കറിൽ അടിച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിലേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. അതിലേക്ക് അരപ്പ് ചേർക്കാൻ വേണ്ടി നമ്മൾ അല്പം കടുകും 2-3 പച്ചമുളകും തേങ്ങയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേന് അത് നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ ആദ്യം കുക്കറി വെച്ച് ഇത് മിക്സ് വെന്ത് കിട്ടും. അതിനെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ കുക്കറിൽ വെച്ച് തിളപ്പിച്ചിട്ട് നമ്മുടെ അരപ്പിനെ അതിനകത്തോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യണം. അത് ഒരു മിനിറ്റോളം നമ്മൾ വേവാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് തൈര് ചേർക്കുക, ആവശ്യത്തിന് തൈര് ചേർക്കുക. നല്ല കട്ട തൈരായിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഒരു ടെക്സ്ചർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പം അതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കുവാൻ വേണ്ടി നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ചേർത്ത് മുളകും ഒക്കെ ഇട്ട് കടുക് താളിച്ച് ചേർക്കുക. കടുക് താളിച്ച ശേഷം നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ കറുത്ത മുന്തിരി മുറിച്ച് ചേർക്കുക. ചെറിയ കറുത്ത മുന്തിരി ആണെങ്കിൽ അത് ഫുള്ളേ ചേർക്കാം. വലിയ കറുത്ത മുന്തിരി ആണെങ്കിൽ അത് നമുക്ക് മുറിച്ച് ചേർക്കണം. എന്നിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള മധുരപ്പച്ചടി, അതായത് നമ്മുടെ സദ്യക്കൊക്കെ ഉണ്ടാകുന്ന മധുരപ്പച്ചടിയാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നതും വരെ എല്ലാവർക്കും ബായ്.